ഓ ഗൈസ്, ഞാൻ കഴിഞ്ഞ പാർട്ടിൽ കിഡിനെ സേവ് ചെയ്യാൻ പോയതാണ്. രാത്രിയായി വൂൾഫിനെ കൊന്നപ്പോൾ. അപ്പോഴേ ഞാൻ ഡിയറ എന്നെ ഒന്നും ആക്രമിച്ചില്ല. ആ മലയുടെ മുകളിലായിരുന്നു. പിന്നെ പട്ടി തള്ളിയിട്ട് പന്നൻ. പക്ഷെ റിവൈവ് ചെയ്യാൻ പറ്റും ഗൈസ്. എന്നെ റിവൈവ് ചെയ്യാൻ എൻ്റെ ടീംമേറ്റ്സ്. ഒരു 2 പട്ടികളുണ്ട്. ആരാ വെടി വെക്കണേ? ഓ ഗൈസ്, എൻ്റെ രക്ഷക, വാ വാ വാ. ഞാൻ ആദ്യം കിഡിനെ സേവ് ചെയ്യാനാ നോക്കുള്ളൂ. കമോൺ, എന്നെ റിവൈവ് ചെയ്യേ. ഇവിടെ ബാൻഡേജ് ഉണ്ട്. റിവൈവ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ കിഡിനെ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്താണ്. ആ പട്ടി വന്നോണ്ടാണ്. ഓ ഗൈസ്, ഇട്ടിട്ട് പോയി. ഓ ഗൈസ്, കിട്ടിയാ? ഓഹ്, ഒരുത്തനെ അപ്ഗ്രേഡും ചെയ്ത്. ഞാനല്ല തീർന്നെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാറ്റ് തുടക്കത്തിൽ ഞാൻ കിഡിനെ സേവ് ചെയ്യാൻ പോയതാണ്. കിഡിൻ്റെ അടുത്തെത്തിയിട്ട് ആ പട്ടിനെ കൊന്നിട്ട് നിങ്ങളെ ഇതാക്കാമെന്ന് വിചാരിച്ചേ, ക്യാമറ കാണിക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ പെട്ടുപോയി. അത്രേ ഉള്ളൂ. നിങ്ങളത്ര അറിഞ്ഞാൽ മതി. ഓ ഗൈസ്, സ്ട്രോങ് ഹോൾഡാ. എൻ്റെ മോനെ, യു ആർ ഹംഗ്രിന്ന്. നമുക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഓ ഗൈസ്, ഒരുപാട് ഫുഡുണ്ട്. ആ കൊച്ചിനെയും കൂടെ ഞാൻ ഫ്രൈ ആക്കി എന്നെ തീയിലിട്ടത്. സോ ഗൈസ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. എനിക്ക് ഇതിനൊന്നും സേവ് ചെയ്യാൻ പറ്റൂല. ഇവിടെ മീനെ പിടിച്ചാലോ? ഗൈസ്, ആരും മരിച്ചു. പക്ഷെ എൻ്റെ കയ്യിൽ ബാൻഡേജ്, അവിടെ ഉണ്ടായിരുന്ന ബാൻഡേജ് അവൻ എടുത്തോണ്ട് പോയില്ലേ? അവിടെ എൻ്റെ ബാൻഡേജ് എല്ലാം യൂസ് ചെയ്തു. പക്ഷെ അവൻ എൻ്റെ ബാൻഡേജ് എടുത്തോണ്ട് പോയി. അതുകൊണ്ട് അവനിപ്പോൾ റിവൈവ് ചെയ്യാം. ഓ ഗൈസ്, അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ലാവ ചെസ്റ്റ്. ഓ ഗൈസ്, ഇവിടെ ഒന്ന് പൊട്ടെ. എനിക്കാണ് റിവൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ അവനിപ്പോൾ റിവൈവ് ചെയ്യാൻ പോണുണ്ട്. ഓ ഗൈസ്, ഡൗൺഗ്രേഡാണ്. വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അടി ഏറിപ്പ വരും. അതാണ് സഹിക്കാൻ പറ്റാത്ത. ആ പട്ടിയിലായിരുന്നെങ്കിൽ അടി. മറ്റേ രാത്രിക്കാവുന്നതിന് മുമ്പേ തന്നെ അതിനെയും കൊന്ന് സ്ഥലം വിടായിരുന്നു. ഓ, യൂറീച്ചിലല്ല. ആർക്കാണ് ഇത് വേണ്ടത്? ആർക്കാണ് ഈ സാക്ക് വേണ്ടത്? എല്ലാവർക്കും ഉണ്ടാ? മോനെ, ഈ ചെസ്റ്റ് ഓർക്കാൻ പോണട്ടാ നമുക്ക്. ഈ കാണുന്ന ചെസ്റ്റ്. എടാ, അവന് ഇൻഫ്ലുവൻസ് കൂടെ കിട്ടി. എനിക്ക് ഇൻഫ്ലുവൻസ് സാക്ക് കിട്ടിയാലും കുഴപ്പമില്ല. ആദ്യം കിട്ടണ ആദ്യം കിട്ടല്ല. നമുക്കൊരു ഷെൽഫ് ഉണ്ടാക്കി വെക്കാം. ഈ വെപ്പൺസ് ഒക്കെ സ്റ്റോർ ചെയ്യാനേ. So guys,
രാവിലെ നായ മതി എന്താ മോനെ അവനങ്ങായി ചെസ്റ്റാണ് കിട്ടിയത്. അവനിങ്ങനെ വേറെ ചെസ്റ്റിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ തുറന്ന ചെസ്റ്റ് അവൻ എക്സ്പ്ലോർ ചെയ്ത് അവൻ അവിടെ എത്തുകയാണെങ്കിൽ ആ ചെസ്റ്റ് മാത്രം ആ ചെസ്റ്റും കൂടെ കാണിക്കും. പക്ഷെ അവിടെ ലാവാ ഭയമില്ല ഒറ്റ ചെസ്റ്റേ ഉള്ളൂ. അതാണെങ്കിൽ ഇൻഫേർണസോടെ ഇട്ടാണ് ചെസ്റ്റാണ് രാവിലെ അങ്ങോട്ട്. എന്നിട്ടാണ് എൻ്റെ പവർഫുൾ വെപ്പൺസ് എടുത്തിട്ട് സ്പ്രിന്റ് തേക്കാൻ മറന്നുപോയി ഓടുന്ന സാധനമായി. ഓണ വഴിയിൽ വല്ല തടസ്സവും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. നല്ല പൂച്ചിങ്ങാണ്. വരാൻ പറ്റില്ല. സോ ഗൈസ് ഇവിടുത്തെ ഒരു ജസ്റ്റ് ഓർന്നിട്ടുണ്ട്. അടിയിൽ ആൾക്കാരുണ്ടാ? അയ്യോ അവരുണ്ട്. അയ്യോ മേ വീണ്ടും ചത്ത്. വല്ല പണിക്കുണ്ടായിരുന്നു ആ ചാടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒടുക്കത്തെ. പക്ഷെ എൻ്റെ പൊന്നെ ആരെങ്കിലും വരണ്ട എന്നെ സഹായിക്കേ? വരണ്ട് എന്തെന്നാവുന്നേ? ആരെങ്കിലും ഒന്ന് വന്നേ. വീണ്ടും ചത്ത്. ഇത് എത്രാമത്തെ പ്രാവശ്യം ചാവണേന്നറിയാം? 3 പ്രാവശ്യം. അത് വേറെ സർവറിൽ ചത്ത് ആരും സഹായിക്കാനില്ലാതെ. വരുന്നുണ്ട് ആരോ വരുന്നുണ്ട്. പക്ഷെ അവൻ കളിട്ടിനെ കണ്ട് ഓടിപ്പോവാന്നാണ്. അറ്റാക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നാ തോന്നണേ. അറ്റാക്ക് വരുന്നുണ്ട് അവൻ ഓടിപ്പോയി. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ നോക്കട്ടെ എന്നെ റിവൈവ് ചെയ്യുമോന്ന്. എന്നെ റിവൈവ് ചെയ്യാൻ വരും തോന്നില്ല. ആ നൈറ്റ് കൾട്ടിസ്റ്റിനോട് ഫൈറ്റ് ചെയ്യലായിരിക്കും. ചിലപ്പോൾ അവരെന്നെ മറന്നു കാണും. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ചത്താ റിവൈവിൻ്റെ പോയിന്റ് കാണിക്കുമെന്ന് അറിയില്ല. നോക്കട്ടെ. എൻ്റെ പൊന്നേ എന്നാലും ഇങ്ങനെ എന്ത് ഭാഗ്യക്കേടാ. സോ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് മെസ്സേജിൽ അവരോട് പ്ലീസ് റിവൈവ് മീ എന്ന് പറയാം. പ്ലീസ് റിവൈവ് മീ. ആരോ വരുന്നുണ്ട് ഗൈസ്. സിസ്റ്ററിൻ്റെ അടുത്താണ് പോണേ. പൊട്ടപ്പട്ടി. വാ മോനെ വാ. അയ്യോ എടുത്തോണ്ട് ഓടിക്കോ. അല്ലേ ആ ജസ്റ്റ് ഇതെന്താ എനിക്ക് ഫുള്ള് ഗ്ലിച്ചായിട്ടാ കാണണേട്ടാ. ഞാൻ റിവൈവായിട്ട് നിങ്ങളെ കാണും. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ അവസാനിക്കാൻ പോവാണ്. കാരണം ഇപ്പം 3 പാർട്ടായി. 3 പാർട്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇനിയിപ്പോൾ 99 Nights in the Forest കുറച്ച് വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും വരാൻ പോണേ. അപ്പോൾ ബൈ.